ഇന്നത്തെ ടോപ്പിക് സാധാരണ ഈ ബാസ്കറ്റ്ബോൾ പ്ലെയർമാർക്ക് വരുന്നൊരു ഇഞ്ചറിയാണ്. വേറെ ഈ പന്ത് ഫുൾ ഫോഴ്സിൽ അടിക്കുമ്പോൾ വിരലിൻ്റെ അറ്റം ഇങ്ങനെ പെട്ടെന്ന് മടങ്ങിപ്പോവും. ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ എന്താ പറ്റുക, നമ്മളുടെ ഈ ഞരമ്പ്, അത് ഈ ടെൻഡൻ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ്. ആ ടെൻഡൻ എല്ലിലേക്ക് പിടിപ്പിക്കുന്ന ഭാഗം വിട്ടുപോകും. സോ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ, പെട്ടെന്ന് ഫോഴ്സ് വരുമ്പോൾ ആ ടെൻഡൻ വിട്ടുപോകും. നമുക്കെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, അതായത് വിരലിൻ്റെ കൺട്രോൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഇത് ഈ ഞരമ്പ് അല്ലെങ്കിൽ ടെൻഡൻ വഴി എല്ലിലേക്ക് പിടിപ്പിക്കും. സോ ഇത് പൊട്ടുമ്പോൾ വിരൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഒരു കാണാൻ ഒരു നല്ലൊരു ഡിഫോമിറ്റി അല്ല. കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഈ ജോയിൻറ്റിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ട്രീറ്റ്മെൻറ്റ് എന്താ, ആ ടെൻഡൻ എല്ലിലേക്ക് ഉണങ്ങി കിട്ടണം. അതിനുവേണ്ടി ഈ ജോയിൻറ്റ് അനങ്ങാൻ പാടില്ല. സോ ഒന്നുകിൽ നമുക്ക് ഫിംഗർ കോട്ട് വയ്ക്കാം, അത് പുറത്തുള്ള കോട്ടാണ്. അല്ലെങ്കിൽ അനങ്ങാതിരിക്കാൻ അകത്തുള്ള കമ്പി വെച്ച് നമുക്ക് ഉറപ്പിക്കാം. കമ്പി വെച്ച് ഉറപ്പിക്കാൻ കാരണം എന്താ, വിരലധികം അനങ്ങാതിരിക്കാനാണ്, അല്ലാതെ ആ ജോയിൻറ്റ് അധികം അനങ്ങാതിരിക്കാനാണ്. അനങ്ങാതിരിക്കുമ്പോൾ മുറിവുണങ്ങും. താങ്ക് യു.